പ്രേക്ഷകരെ, നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി കോൺഗ്രസിലെ സീറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ അനിശ്ചിതത്വങ്ങളും വാർത്തകളും ഒക്കെ കണ്ടതാണ്. വലിയ ആശങ്കയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലനിന്നത്. സുധാകരൻ ഉയർത്തിയ വലിയൊരു ഭീഷണി ഉണ്ടായിരുന്നു. ആ ആശങ്കകൾക്കൊക്കെ ഒടുവിൽ കോൺഗ്രസ് ഇന്നലെ രാത്രിയോടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. അതോടെ വലിയ ആശ്വാസത്തിലേക്കാണ് കോൺഗ്രസ് മാറിയിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും UDFന് സ്ഥാനാർത്ഥികളായിരിക്കുന്നു. അങ്ങനെ പട്ടിക പൂർത്തിയായതിന്റെ ആശ്വാസത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സജീവമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ മുഴുവൻ സീറ്റിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ഒരു നേട്ടമായി ചൂണ്ടിക്കാട്ടുകയാണ് നേതാക്കൾ. വലിയ ആശങ്കകൾക്കൊടുവിൽ ഇന്നലെ കേരളത്തിലെത്തി പിറവത്ത് പ്രചരണം ആരംഭിച്ച പ്രതിപക്ഷ നേതാവ് ഇന്ന് വലിയ ആശ്വാസത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കെത്തി. സീറ്റ് ചർച്ച നീണ്ടുപോയതും സുധാകരൻ മുഴക്കിയ വെല്ലുവിളിയും ഡൽഹിയിലെ അനിശ്ചിതത്വവുമെല്ലാം വെറും മാധ്യമ സൃഷ്ടി ആക്കി മാറ്റുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറുപടികൾ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയുള്ളതായിരുന്നു. കേരളത്തിലെ UDFന്റെയും കോൺഗ്രസിന്റെയും ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വേഗത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് എന്ന ഒരു അവകാശവാദമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഒരു നുണബോംബുകൾക്കും കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാനാകില്ല എന്നതാണ് VD സതീശന്റെ അവകാശവാദം. അപ്പോൾ ഇതെല്ലാം മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയത് മാത്രമാണോ? പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ രക്ഷപ്പെടാൻ പറ്റുമോ? എന്തായാലും നമുക്കത് വിശദമായി തന്നെ പരിശോധിക്കാം. പുതുയുഗ യാത്രക്കിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. യാത്രക്കിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായില്ല. പിന്നീട് അത് യാത്ര സമാപിക്കുമ്പോൾ എന്നതാക്കിയത് പ്രതിപക്ഷ നേതാവാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ VD സതീശൻ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ആദ്യഘട്ട പട്ടിക 24 മണിക്കൂറിനകം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വന്നില്ല. പട്ടിക ആദ്യഘട്ടം വന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച രാത്രിയാണ് വരുന്നത്. പൂർണ്ണ പട്ടിക ഇറങ്ങിയത് ഇന്നലെ രാത്രി മാത്രം. ഡൽഹിയിൽ ദിവസങ്ങൾ നീണ്ട ചർച്ച നടന്നു. അതിനിടയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം തേടുമ്പോൾ മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന ദേഷിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയൊക്കെ നമ്മൾ കണ്ടു. കേരളത്തിൽ UDFന്റെയും കോൺഗ്രസിന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വേഗതയിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. UDF 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒരു അപസ്വരവും ഇല്ലാതെയാണ് UDFൽ സീറ്റ് വിഭജനം പൂർത്തിയായത് എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. ടീം UDF എന്നത് അക്ഷരാർത്ഥത്തിൽ അടിവരയിടുന്നതായിരുന്നു UDFലെ സീറ്റ് വിഭജനം എന്നതാണ് VD സതീശന്റെ അവകാശവാദം. അപ്പോൾ ഇതൊക്കെ കണ്ടിരുന്ന മനുഷ്യരെ അവരെ കബളിപ്പിക്കുകയാണോ പ്രതിപക്ഷ നേതാവ് വാക്കുകൾ കൊണ്ട് എന്ന് തോന്നിപ്പോകും അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ കേൾക്കുമ്പോൾ. എന്തായാലും വളരെ പ്രസന്നവദനായാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായില്ല എന്നൊരു ആശ്വാസം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ അവകാശവാദം ഒന്ന് കേൾക്കാം. കേരളത്തിലെ UDFന്റെയും കോൺഗ്രസിന്റെയും ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വേഗത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. 140 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു UDF. മുഴുവൻ സ്ഥാനാർത്ഥികളെയും സീറ്റ് വിഭജനം ഒരു അപസ്വരവും ഇല്ലാതെയാണ് UDFൽ പൂർത്തിയാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അറിഞ്ഞുപോലുമില്ല ചർച്ചകൾ നടക്കുന്നത്. വളരെ നന്നായി, വളരെ പരസ്പരമുള്ള വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ടീം UDF എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അക്ഷരാർത്ഥത്തിൽ അടിവരയിടുന്ന തരത്തിലുള്ള ചർച്ചകളാണ് UDFന്റെ സീറ്റ് വിഭജനത്തിൽ നടന്നത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ആയി അത് മാറി. ഒരാളും അനാവശ്യമായ ചിലരെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തു. അപ്പോൾ കേരള കോൺഗ്രസ് എല്ലാം ചില വിട്ടുവീഴ്ചകൾ ചെയ്തു. താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ചില വിട്ടുവീഴ്ചകൾ ചെയ്തു. വളരെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ പോയത്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോയത്. അതിനുശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വന്നു. 3 ദിവസം എടുത്തെന്നാണ് വലിയ വാർത്ത. നിങ്ങൾ പണ്ടല്ലേ എത്ര ദിവസമാണ് എടുക്കുന്നത്? ഇവിടുത്തെ തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ഇരുന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പോലെയാണോ കോൺഗ്രസിന്റെ പ്രൊസീജിയർ? കോൺഗ്രസിന് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടണം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി പ്രപ്പോസൽ കൊടുക്കണം. മുതിർന്ന നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചുമതലപ്പെടുത്തി ആ മുതിർന്ന നേതാക്കന്മാർ പലവട്ടം ചർച്ച ചെയ്ത് ഡൽഹിയിൽ ശ്രീ മധുസൂദൻ മിസ്ട്രി ചെയർമാനായ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കണം. അത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ വെക്കണം.
അത് എന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ഒരു പ്രൊസീജിയറാണ്. അപ്പോ എന്താണ് ഈ പ്രോസസ് എന്നൊക്കെ വിശദമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. CPM-ന് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ഇരുന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോലെ പറ്റുമോ? ഞങ്ങളൊരു ദേശീയ പാർട്ടിയല്ലേ, കോൺഗ്രസിന്റെ നടപടിക്രമം എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പറഞ്ഞു തുടങ്ങിയ VD സതീശൻ പിന്നീട് ഒരു ദിവസം വൈകിയത്, ആദ്യ പട്ടിക വരാൻ ഒരു ദിവസം വൈകിയത് മധുസൂദൻ മിസ്ത്രിയുടെ അവസ്ഥ കാരണമാണ്. അദ്ദേഹത്തിന് ഗുജറാത്തിൽ നിന്ന് എത്താൻ പറ്റാതിരുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇല്ലാത്ത വാർത്തകൾ നൽകി കോൺഗ്രസിനെ ആക്രമിക്കുകയാണ് മാധ്യമങ്ങളെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തുന്നു. സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കുമെന്ന വാർത്ത ആദ്യം ചില ചാനലുകൾ നൽകി, പിന്നാലെ മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അപ്പോഴും ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നില്ല. MP-മാർ മത്സരിക്കുന്നത് സംസ്ഥാന നേതാക്കളല്ല, അഖിലേന്ത്യാ നേതൃത്വമാണ് തീരുമാനിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കുമെന്ന് വാർത്ത നൽകുമ്പോഴും അത് സംബന്ധിച്ച് ഒരു തീരുമാനവും ഡൽഹിയിൽ എടുത്തിരുന്നില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. AKG സെന്ററിൽ നിന്ന് പണം പറ്റുന്ന ചില മാധ്യമങ്ങളാണ് ഇതിന് പിന്നിലെന്ന വലിയൊരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, എല്ലാം മാധ്യമ സൃഷ്ടിയാണ്, അത് AKG സെന്ററിൽ നിന്ന് പണം പറ്റുന്നവരാണ് മാധ്യമങ്ങളെന്ന വലിയ വിമർശനം കൂടിയാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. നേതൃത്വത്തോട് ഞങ്ങൾ മാറി നിൽക്കുക, അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. ഞാൻ രാത്രി ഈ അവസാനത്തെ ചർച്ച അടക്കുമ്പോൾ ഇത് വരുന്നത്, നിങ്ങൾ കോൺഗ്രസിനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അത് AKG സെന്ററിൽ നിന്ന് ഞാൻ പറയാണ്, പണം പറ്റുന്ന ചില ചാനലുകൾ കൂടി ആ കൂടെ ഉണ്ട്. അതിന്റെ കൂടെ മുഖ്യധാര ചാനലുകൾ കൂടരുത്. AKG സെന്ററിന്റെ ചെലവിൽ കാര്യങ്ങൾ നടത്തുന്ന ചാനലുകൾ കോൺഗ്രസിനെതിരായി UDF-നെതിരായി നടത്തുന്നത് വ്യക്തിപരമായി എനിക്കെതിരെയുണ്ട്. അതെനിക്ക് പ്രശ്നമല്ല, എനിക്കതിനൊരു വിഷയമല്ല. എനിക്കതിന് എന്ത് പറഞ്ഞാലും എനിക്കതിനെ നേരിടാനുള്ള ചങ്കൂറ്റവും ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ കോൺഗ്രസിനെയും UDF-നെയും ഇല്ലാത്ത വാർത്തകൾ കൊണ്ട് അധിക്ഷേപിച്ച് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ വാർത്ത കൊണ്ടൊന്നും ഞങ്ങൾ തോക്കൂല. അപ്പോൾ ഒരു നുണബോംബുകൾക്കും കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാനാകില്ല എന്നതാണ് VD സതീശന്റെ അവകാശവാദം. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നും അല്ലെങ്കിൽ വനവാസം എന്ന അദ്ദേഹത്തിന്റെ വാക്ക് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം. ഇപ്പോൾ അദ്ദേഹം 100-ലധികം സീറ്റ് എന്ന അവകാശവാദം വീണ്ടും ഉയർത്തുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരം ഉൾക്കൊണ്ട് ടീം UDF അധികാരത്തിൽ എത്തുമെന്നതാണ് അദ്ദേഹം പറയുന്നത്. ചാനൽ വാർത്തകൾക്കും അപ്പുറത്ത് ജനഹൃദയങ്ങളിലാണ് UDF ഉള്ളത്. ഈ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ട്. UDF തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നും VD സതീശൻ പറയുന്നു. പക്ഷേ മാധ്യമങ്ങളോട് പഴി എന്തിനാണ്? വൈകാരിക പോസ്റ്റിട്ട് കണ്ണൂരിനായി അവകാശവാദം ശക്തമാക്കിയത് ആരാണ്? മാധ്യമങ്ങളാണോ? സുധാകരൻ മത്സരിക്കാൻ ഡൽഹിയിൽ ചെലുത്തിയ സമ്മർദ്ദം വലുതായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലാതിരുന്നിട്ടാണോ മാധ്യമങ്ങളെ കാണാതെ വിശ്രമ ജീവിതം നയിച്ച AK ആന്റണിക്ക് വരെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നത്? അടൂർ പ്രകാശ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിൻവലിക്കുകയും ചെയ്തത് ആര് പറഞ്ഞിട്ടാണ്? ഏത് മാധ്യമങ്ങൾ പറഞ്ഞിട്ടാണ്? അടൂർ പ്രകാശ് ഇന്നും മത്സരിക്കാനുള്ള തന്റെ ആഗ്രഹം മറച്ചുവെച്ചില്ല. 23 കൊല്ലം കോന്നിയിലെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ആറ്റിങ്ങലിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചത്. കോന്നിയിലെ ജനങ്ങൾ ആവർത്തിച്ച് താൽപര്യം അറിയിച്ചതുകൊണ്ടാണ് മത്സരിക്കാമെന്ന് കരുതിയതെന്ന തന്റെ മോഹം തുറന്നു പറയുകയാണ് അടൂർ പ്രകാശ് ചെയ്തത്. എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയതിനു ശേഷവും. പക്ഷേ MP-മാർ തൽക്കാലം മത്സരിക്കേണ്ടതില്ലെന്ന AICC-യുടെ തീരുമാനം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറയുന്നു. കോന്നിയിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചുണ്ടായിരുന്ന അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് അതിലോടും പ്രതികരിച്ചു അദ്ദേഹം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ സ്നേഹിക്കുന്നവർ കോന്നിയിലുണ്ടെന്ന്, അവർക്ക് വേണ്ടി FB-യിൽ നിന്ന് പിൻവലിച്ച പോസ്റ്റ് താൻ വീണ്ടും പങ്കുവച്ചിട്ടുണ്ട് എന്നതുമാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. അപ്പോൾ അടൂർ പ്രകാശ് സംഭവിച്ച കാര്യങ്ങളൊക്കെ പകുതി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. തന്റെ മത്സരിക്കാനുള്ള ആഗ്രഹം ഇപ്പോൾ പോലും അദ്ദേഹത്തിന് അടക്കി വെക്കാൻ പറ്റുന്നുമില്ല. അദ്ദേഹത്തിന്റെ കൂടി വാക്കുകൾ കേൾക്കാം. കേരളത്തിലെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ജില്ലയിലും അതിന്റേതായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള അവസരം ഞങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ്. AICC-യിൽ നിന്നും തീരുമാനമെടുത്തത് മറ്റൊന്നുമല്ല, MP-മാർ തൽക്കാലം മത്സരിക്കേണ്ടതായിട്ടില്ല എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതനുസരിച്ച് കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളുമായി
ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുമിച്ച് പോകാം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം തന്റെ ആഗ്രഹം മറച്ചു വെക്കാതെ തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തിരിച്ച ഒരു ഭാഗമുണ്ട്. കെ.സി. വേണുഗോപാലുമായി തർക്കമുണ്ടായി എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നു. കൊച്ചി സീറ്റിനെ കുറിച്ച് ഞങ്ങൾ രണ്ടും തർക്കിച്ചു എന്നതായിരുന്നു മാധ്യമങ്ങളിലെ വാർത്ത. ആ വാർത്ത കേട്ട് ഞങ്ങൾ ചിരിക്കുകയാണ് ചെയ്തത്, ചിരിച്ചു കുഴഞ്ഞുപോയി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. കെ.സി. വേണുഗോപാലും മായി ഒരുമിച്ചിരുന്നാണ് ആ വാർത്ത കണ്ടത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. കൊച്ചിയിൽ പതിക്കാൻ ദീപ്തി മേരി വർഗീസ് അച്ചടിച്ച പോസ്റ്ററുകൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഒരു തർക്കവും ഇല്ലാഞ്ഞിട്ടാണോ ദീപ്തി മേരി വർഗീസ് പോസ്റ്ററുകൾ അടിച്ച് മത്സരിക്കാൻ തയ്യാറായി നിന്നത്, മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നത് പ്രതിപക്ഷ നേതാവിന് മറുപടിയുണ്ടോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ഉയർന്ന പോസ്റ്ററും ഫ്ലെക്സ് യുദ്ധവും പോലും മാധ്യമ സൃഷ്ടിയെന്ന് പറയാൻ പറ്റുമോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഉയരുന്ന അസംതൃപ്തരുടെ കൂട്ടക്കരച്ചിലുകൾ വി.ഡി. സതീശൻ കേൾക്കാത്തതാണോ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.